ഞാനേ കഴിഞ്ഞ ദിവസം തുണിയെടുക്കാൻ പോയപ്പോഴേ. ആരുടെ തുണിയെടുക്കാൻ പോയി? ആരുടെ കൂടെ തുണിയെടുക്കാൻ പോയി? ഏത് കടയിൽ തുണിയെടുക്കാൻ പോയി? കടയിൽ തുണിയെടുക്കാൻ പോയതല്ല, ടെറസിന്റെ മുകളിൽ അലക്കിയിട്ട് തുണിയെടുക്കാൻ പോയപ്പോഴേ. അവിടെ തുണിയെടുക്കാൻ പോയപ്പോഴാ? തുണി എടുത്തിട്ട് ഇങ്ങനെ വന്ന വഴിക്ക് ഈ മാല എന്റെ കാലയിലോടൊക്കെ ഞാൻ ടെറസിന്റെ മുകളിൽ നിന്ന് ബോൾ ഉരുണ്ട് വീണ പോലെ താഴ്ത്തോട്ട് വീണ്. അങ്ങനെയാണ് സംഭവിച്ചത്. എന്റെ പൊന്നിതേമേ, അയലൊക്കെ തരാവൻ ചേട്ടൻ പറഞ്ഞടാ വേണു നിന്റെ ടെറസിന്റെ മണ്ടേന്ന് ഒരു ഈനാൻ വെച്ച് ഉരുണ്ട് താഴോട്ട് പോണം. ആ ഈനാൻ വെച്ച് നീ ആയിരുന്നല്ലേ? എടി പിന്നൊരു കാര്യം, അന്ന് നീ മറുപടി പറയാത്തൊരു കാര്യമാണ്. ഞാൻ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ നല്ലല്ലോ നടന്നല്ലേ വന്ന. അതല്ല പറഞ്ഞു, ഞാൻ അന്ന് നിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നില്ലേ? അപ്പോൾ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചു. നിന്റെ മനസ്സിലുള്ള സങ്കല്പത്തിലുള്ള ഭർത്താവ് എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ ചോദിച്ചു. അന്ന് നീ മറുപടി പറഞ്ഞില്ല. ഇപ്പോഴെങ്കിലും പറയാം. ഞാൻ പറയാ, ചേട്ടന് സങ്കടം തോന്നരുത്. എനിക്കെന്തോന്ന് സങ്കടം? നീ ഏകദേശം ഇല്ലേ ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷെ ഇത്ര കൊടവേറ് വേണ്ട. നീ ഇവിടെ ചുങ്ങിപ്പി ഇവിടെ തള്ളിയില്ല. ഇപ്പൊ ശരിയായി, ഇപ്പൊ ശരിയായി. നല്ല പൊക്കമുള്ള ഒരു ചെറുക്കൻ, മുടിയൊക്കെ ഇങ്ങനെ ചരിച്ച് വാരി, അത്യാവശ്യം കുറ്റുമീശ, കുഞ്ഞു താടി, കുഞ്ഞു കണ്ണ്, ചെറിയ ചന്ദനക്കുറിയൊക്കെ ഇട്ട് അങ്ങനെ ഒരു ചെറുക്കൻ. അതാ എന്റെ മനസ്സിലുള്ള ചെറുക്കൻ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ജിമ്മി പോയി അടിച്ചുരുട്ടി 10 ദിവസം കൊണ്ട് ചെറുതാക്കി കൊണ്ട് വരാറുണ്ട്. ഞാൻ എന്തോ ചെയ്യും? പ്രശ്നമാവോ? ഇനിയിപ്പോ എന്ത് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ലല്ലേ? ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകാലോ. എന്തേട്ടാ അയ്യോ, എന്താ ഇവള് പറഞ്ഞ അതേ രൂപം? സ്ലിം ബ്യൂട്ടി, കുറ്റിത്താടി, കുഞ്ഞിക്കണ്ണ്. പിന്നെ ഉറക്കളഞ്ഞ് പണി ചെയ്ത് ഞാൻ കുഞ്ഞിക്കണ്ണാവൂലോ. ഈ പുള്ളി എന്തിനാ പറയണേ? എനിക്ക് മനസ്സിലായില്ല. നീ ആര്? ജോണി. ഈ സൈനൈഡൊക്കെ കൊടുത്ത് കൊന്ത അത് ജോണി. ഞാന് പ്ലംബറാ. കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു കേട്ടാ. എന്റെ അമ്മാവനൊരു കക്കൂസിന്റെ കുറവുണ്ടായിരുന്നു. അമ്മാവന് കക്കൂസാ? മെമ്പറല്ലേ? മെമ്പർ അല്ലെന്ന്. ഞാൻ പ്ലംബർ പണിക്ക് വന്നതാണ്. പ്ലംബർ ജോണി. പ്ലംബർ ജോണി എവിടെ കേട്ട് പരിചയമുള്ള പേര്. പേരിൽ തന്നെ ഒരു വശപ്പശ കൊണ്ട് അവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. നീ നോക്കിയോ? ഹലോ, കോള് പോണല്ലോടി. പിന്നെ കൈ കുത്തി വിളിച്ചെങ്ങനെ അയ്യോ ഫോണ് ഫോട്ടോ എടുത്തിട്ട് 8ാം നില വെച്ചിട്ട് മറന്നു. നിലയിൽ നിന്റെ കുഞ്ഞമ്മ ഇരുന്ന് അവിടെ കൊണ്ടുവയ്ക്ക. പോയി എടുത്തോണ്ട് വാ. എത്രാമത്തെ നില പോണ്? 8ാം നിലയിൽ ഫോൺ എടുക്കാൻ. 8ാം നിലയിലാ? അവനെ നമ്മൾ ഏത് നില പണിക്ക് പറഞ്ഞു? 8ാം നിലയിൽ. ഈ 2 മുട്ട് കണ്ട പഴുത്ത് പറഞ്ഞിരിക്കുകയാണ്. നടന്നു കയറി ഞാൻ നടന്നു. എനിക്ക് എന്റെ വിധിയാണ് എന്റെ അമ്മ. എന്റെ വിധി അത് തന്നെ. ഇവിടുത്തെ മുതലാളി ആദ്യമേ പറഞ്ഞു, വേണു നമ്മൾ തുടക്കത്തിലൊരു ലിഫ്റ്റ് വെച്ചാലോന്ന്. എന്റെ കുണ്ടിക്കൊഴുപ്പിന് ഞാൻ പറഞ്ഞു, സാറേ ഈ ഫ്ലാറ്റിന്റെ പണി കഴിഞ്ഞിട്ട് വെച്ചാ മതിയെന്ന്. നടന്നു കയറുപടി, നടന്നു കയറി. എന്നെ നിനക്കറിഞ്ഞൂടാ. ഈ നിന്റെ ഇപ്പുറത്തൊന്നുമില്ല. വരരുത്. സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. അനുരാഗമൂലും കിനാവിൽ കിളിപാടുന്നത് അപരാധമാണോ? ഭയങ്കര അപരാധമുള്ളടാ. ചൂടാവണ നിങ്ങളുടെ കെട്ടിയാൻ പറഞ്ഞ എങ്ങോട്ട് മിണ്ടരുന്ന. അപ്പോ അങ്ങോട്ട് മാറി ചുമ്മാ. ജോണി 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 യെസ് പപ്പ. ഈറ്റിംഗ് ഷുഗർ നോ പപ്പ. ടെല്ലിംഗ് ലൈസ് നോ പപ്പ. ഓപ്പൺ യുവർ മൗത്ത്. പണിക്ക് വന്നവനെ ഈ പെണ്ണുമ്പോൾ അങ്കമ്മാടി കൊണ്ടാക്കിയല്ലേ. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ പോവണത് മാറി. എന്തുവാടാ എന്താടത്? ഇത് റിങ്. റിങ് തരോ? മൊബൈൽ നമ്പർ ഞാൻ ആദ്യം ഒരു റിങ് തരാം. അതല്ല, ഈ റിങ് എനിക്ക് തരോ? ഇതൊന്നും തരാൻ പറ്റത്തില്ല. എടാ നീ പാട്ടുകാരൻ, ഞാൻ പഴയ റിങ് ഡാൻസുകാരി. നീ ഇങ്ങനെ ഉണ്ടോ റിങ് ഡാൻസ് കളിക്കണ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചിറങ്ങി. പിന്നെ ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കണം. അയ്യോ ഉണ്ടാ, ഇതിന് നിറച്ച് പൊടിയുണ്ട് കേട്ടാ. എന്തൊരു പൊടിയായത്? അയ്യോ എന്റെ കണ്ണ്. എടാ ജോണി ഒന്ന് വന്നേടാ. എടാ എന്റെ കണ്ണിൽ പൊടി പോയടാ, ഒന്ന് വന്നേടാ. ഇവിടെ കണ്ണിൽ ഇവിടെ. ഞാൻ കറക്റ്റ് സമയത്ത് വന്നോണ്ടല്ലേ നിങ്ങളെ ചേട്ടൻ എട്ടാത്ത നില നിൽക്കണ. അറിയാമോ? അയാള് വന്നാ എട്ടാത്ത നിലയിൽ നിന്ന് ഇറങ്ങി വരാ. സെക്കൻഡ് ഒന്നിൽ റിങ്ങിലാക്കി കളഞ്ഞാ പട്ടി. എനിക്ക് ചേച്ചിയെ കാണുമ്പോ എന്തോ തോന്നറിയോ? ലഡു. അതാണ് ഒരു ഉണക്കമുന്തിരി ഇരിക്കണത്. ഞാൻ ഇങ്ങനെ കോമഡിയൊക്കെ പറയും കേട്ടോ. എനിക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ല. പഠിക്കണേ എങ്ങനെയാണ്? എടാ ചേട്ടൻ എവിടെ നിന്ന് കാണൂട്ടോ. എനിക്കന്നറിയില്ലേ, പുള്ളി കാണുന്നേ ഇഷ്ടമല്ലേ. എവിടെ നോക്കിയാലും ചേട്ടനാടോ. അവിടെ നോക്കിയാ ചേട്ടൻ, ഇവിടെ നോക്കിയാ ചേട്ടൻ. അതാണ്ടാ ആ പെണ്ണിന്റെ രൂപം. അവിടെ നോക്കിയാലും ചേട്ടനായിട്ട്. അതിന്റെ പേടിയാ.
ചേട്ടനെ പോലെ തോന്നണേ അല്ലടാ, ചേട്ടൻ തന്നെടാ. അയ്യോ ഇതായിരിക്കുന്നു. അറിഞ്ഞു വെച്ചോണ്ട് ചേച്ചി വിളിച്ച് കയറ്റിയതാ. കണ്ണിൽ പൊടിയിട്ട് മായ്ക്കി എടുത്തോണ്ട് പോണ ടീമുകൾ വേറെ ഉണ്ട്. ഇത് ഇറക്കണ ഇറങ്ങണ എങ്ങനെയാ കയറിയത്? എങ്ങനെ കയറിയത്? ചാടിയും കയറി. അങ്ങനെ പെട്ടെന്ന് ചാടി ഇറങ്ങി ഞാൻ എങ്ങനെ ഇറങ്ങും? അറിഞ്ഞൂടാ ബാബ എങ്ങനെ ഇണങ്ങും എങ്ങനെ ഇണങ്ങുമെന്ന്. നല്ല സ്വഭാവം കേട്ടോ. ഇതുപോലെ റിങ് ഇതുപോലെ റിങ് ഞാൻ തന്നെ നോക്കി നടത്തണം. വേണ്ട PVC പൈപ്പ് കൊണ്ടിട്ടേക്കണ്. അയ്യോ ഇലക്ട്രിക് പോസ്റ്റ് ആണ്ടേ ഈ വയറ് പിടിച്ച് കെട്ടിയിടാൻ പറഞ്ഞിട്ട് 100 ദിവസമായി. ഒരുത്തനും പറ്റൂല. നോക്കണ്ടേ റിംഗ് ഡാൻസ് കളിക്കാം. ഇപ്പൊ കഴുത്തിലിട്ട് കൊടുത്ത ഞാൻ പോവല്ലേ. എന്റെ തന്ത ശ്രീനിവാസനാണെങ്കിൽ അവന്റെ നാണം കേട്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കൂല. നിങ്ങൾ ഭർത്താവ് ഉണ്ടായിട്ടും എന്നെ വിളിക്കണല്ലേ? നിങ്ങൾ കാരണമാണ്. അയ്യോ പാവം കറണ്ടടിച്ച് നിക്കണ ദൈവമേ. വേണ്ട ചേച്ചി ഒരു പാവം ആദ്യം കെണ്ടയ്ക്ക് തന്നെ കൊടുക്കാം. അയ്യോ അണ്ണാ, അയ്യോ ചേച്ചി രണ്ടിനും ശ്വാസമില്ല. ഇങ്ങേർക്ക് എന്തിനു ശ്വാസം കൊടുക്കണം? 2 എണ്ണം കെട്ടി ജീവിതത്തിന്റെ അങ്ങ് അവസാനം വരെ കണ്ടി എവിടെ രക്ഷപ്പെട്ട ഒരു കാര്യമില്ല. ആദ്യം ചേച്ചിക്ക് കൊടുക്കട്ടെ. ചേച്ചിക്ക് ശ്വാസം. അണ്ണൻ എന്തുകൊണ്ടാ വേണ്ടേ? അയ്യോ കൃത്രിമ ശ്വാസം. ചേച്ചിക്ക് ശ്വാസം, എനിക്കൊരാശ്വാസം. കണ്ണടാ, ഞാൻ ശ്വാസം തരുമ്പോഴാണ് ഉണരേണ്ടത്. ഇതൊക്കെ പഠിപ്പിക്കണ്ടേ? കണ്ണടാ ഞാൻ തരാം. ആശുപത്രി കൊണ്ടുപോട്ടെ ചേച്ചിയെ ഞാൻ കൊണ്ടുപോവാം. മാറ്, ഞാൻ നീക്കട്ടെ. അല്ല കൊണ്ടുപോവാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.